ध्यायेद्विस्तृतफालदीप्तवदनं गौरोज्ज्वल श्मश्रुकम् ध्यायेद्विस्तृतफालदीप्तवदनं गौरोज्ज्वल श्मश्रुकम् कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं श्रीकरं कारुण्यामृतपूरिताब्जनयनं श्वेताम्बरं चिन्मुद्राङ्कित दीर्घबाहुयुगलं पद्मासनस्थं गुरुं चिन्मुद्राङ्कित दीर्घबाहुयुगलं पद्मासनस्थं गुरुं श्रीभट्टारक तीर्थपादममलं विद्याधिराजं मुनिं श्रीभट्टारक तीर्थपादममलं विद्याधिराजं മുനിം. ചട്ടമ്പി സ്വാമികൾക്ക് ഔപചാരികമായ വിദ്യാഭ്യാസം ലഭിച്ചില്ല. വിധിപ്രകാരമുള്ള വിദ്യാരംഭം പോലും അദ്ദേഹത്തിന് കൈവന്നില്ല. പക്ഷേ അദ്ദേഹം അറിവിൻ്റെ ലോകത്തിലേക്ക് സ്വയം ഉറച്ച കാൽവെപ്പോടുകൂടി കടന്നു ചെല്ലുക തന്നെ ചെയ്തു. അത് കൊല്ലൂർ മഠത്തിൽ അവിടത്തെ നമ്പൂതിരി ബാലന്മാരെ പഠിപ്പിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു ശാസ്ത്രികൾ അവരെ പഠിപ്പിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടും മറഞ്ഞു നിന്ന് കേട്ടും പഠിത്തം കഴിഞ്ഞ് മടങ്ങുന്ന സമപ്രായക്കാരായ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന എഴുത്തോലകൾ വാങ്ങി വായിച്ചും അദ്ദേഹം സ്വയം ശിക്ഷണം ആരംഭിച്ചു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ശാസ്ത്രികൾ തൻ്റെ മുന്നിലിരുന്ന് പഠിക്കുന്ന കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം കിട്ടാതെ അരിശപ്പെട്ടു. ആ സന്ദർഭത്തിൽ പുറത്തുനിന്ന് അദ്ദേഹത്തിന് ശരിയായ ഉത്തരം കേൾക്കാൻ ഇടയായി. അദ്ദേഹം നോക്കിയപ്പോൾ ഒരു സാധാരണ ബാലൻ വളരെ വിനയാന്വിതനായി ഒതുങ്ങി നിൽക്കുകയാണ്. അത് അടിച്ചുതളിക്കാരിയായ നങ്ങമ്മയുടെ മകനാണ് എന്ന് മനസ്സിലാക്കി ആ കുട്ടിയുടെ ബുദ്ധിശക്തിയും ഭാവിയും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുനാഥൻ മുന്നിലിരുന്ന് പഠിച്ചു കൊള്ളാൻ അനുവാദം കൊടുത്തു. അങ്ങനെ 2 വർഷത്തോളം കൊല്ലൂർ മഠത്തിൽ സംസ്കൃതവും മറ്റും പഠിക്കുന്നതിനുള്ള അവസരം ചട്ടമ്പി സ്വാമികളായി വികസിച്ച അയ്യപ്പൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട കുഞ്ഞൻ എന്ന ഓമന പേരിൽ അറിയപ്പെട്ട ബാലന് കൈവന്നു. പേട്ടയിൽ രാമൻപിള്ള ആശാൻ്റെ പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ള ഒരു സന്ദർഭത്തിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കുടുംബത്തിൽ പിറന്ന ഒരു കൃഷ്ണപിള്ള, ചട്ടമ്പി സ്വാമികളുടെ ജ്യേഷ്ഠസ്ഥാനീയനായ കൃഷ്ണപിള്ള വഴി പേട്ടയിൽ രാമൻപിള്ള ആശാനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൽ പോയി പഠിക്കാൻ സാധിച്ചു. പേട്ടയിൽ രാമൻപിള്ള ആശാൻ അന്ന് തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ ഒട്ടേറെ മഹാസേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാര്യനായിരുന്നു. അദ്ദേഹം കുട്ടികളെ പഠിക്കാൻ വരുന്ന ആളുകളെ സർവ സ്വാഗതവും നൽകി സ്വീകരിച്ചു.
അവിടെ മറ്റു ബാലന്മാരും മറ്റു സമുദായത്തിൽ പിറന്ന ബാലന്മാരും പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾക്ക് അവിടെ പഠിക്കാനുള്ള അവസരം കിട്ടി. അവിടെ വച്ചാണ് അദ്ദേഹത്തിൻ്റെ നേതൃപരമായ ശേഷിയും സിദ്ധിയും എല്ലാം പ്രകടമാക്കുകയും ജ്ഞാന നിലവാരം തെളിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപകൻ്റെ അസാന്നിധ്യത്തിൽ ക്ലാസ് നിയന്ത്രിക്കുകയും വേണ്ടി വന്നാൽ അധ്യാപനം നടത്തുകയും ഒക്കെ ചെയ്യാൻ സമർത്ഥമായ നേതൃസ്ഥാനത്ത് അവരോധിതനായത്. അന്നത്തെ രീതിയിൽ അതിന് പറയുന്നത് ചട്ടമ്പി എന്നായിരുന്നു. ചട്ടം അൻപുന്നവനാണ് ചട്ടമ്പി എന്നുവെച്ചാൽ വിദ്യാലയത്തിലെ ക്ലാസ്സിലെ അച്ചടക്കവും മറ്റ് കാര്യങ്ങളും നിയമാവലികളും ഒക്കെ പരിപാലിച്ച് വിദ്യാർത്ഥികളെ നിയന്ത്രിച്ച് അധ്യാപകൻ്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് അധ്യാപക ധർമ്മത്തെ അതിലേക്ക് മറ്റുള്ളവരെ നയിക്കുക, സതീർഥ്യരെ നയിക്കുക എന്ന വളരെ ആദരണീയമായ സ്ഥാനം കിട്ടുന്നവർക്ക് നൽകപ്പെട്ടിരുന്ന പദവിയാണ് ചട്ടമ്പി എന്നത്. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവനും അദ്ദേഹം പഠിച്ചിരുന്ന വിദ്യാലയത്തിൽ ചട്ടമ്പി സ്ഥാനം അലങ്കരിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കുഞ്ഞൻപിള്ള ചട്ടമ്പി എന്ന സ്ഥാനത്തേക്ക് വരുന്നത്. അവിടുത്തെ വിദ്യാഭ്യാസം നടക്കുന്ന കാലത്തു തന്നെ ചട്ടമ്പി സ്വാമികൾ ചുറ്റുപാടും പ്രകൃതി നിരീക്ഷണം, അതുപോലെ തന്നെ തൻ്റെ സഹപാഠികൾ, സമപ്രായക്കാർ ഒക്കെയായ ആളുകളുമായിട്ട്, കുട്ടികളുമായിട്ട് സഹവാസം, ചങ്ങാത്തം, അവരുടെ ഭവനങ്ങളിൽ ജാതി ഒന്നും നോക്കാതെ സ്വതന്ത്രനായി കടന്നു ചെല്ലുകയും അവിടുത്തെ അമ്മമാരും സഹോദരിമാരും വച്ചു വിളമ്പുന്ന ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശാലമായ സമീപനം സ്വീകരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഡോക്ടർ പൽപ്പുവിൻ്റെ ഭവനത്തിൽ പതിവായിട്ട് സന്ദർശനം നടത്തിക്കൊണ്ടിരുന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ ജ്യേഷ്ഠൻ പരമേശ്വരൻ എന്ന ആൾ ചട്ടമ്പി സ്വാമികളുടെ സമപ്രായക്കാരനായിരുന്നു. അവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു. അദ്ദേഹം പിന്നീട് മാനേജർ എന്ന പേരിൽ പ്രസിദ്ധനായി. കേരളകൗമുദി പത്രത്തിൻ്റെ മാനേജർ സ്ഥാനം വഹിച്ചതിൻ്റെ പേരിലാണ് മാനേജർ എന്ന പേരിൽ ഈ പരമേശ്വരൻ പ്രസിദ്ധനായത്. അവിടുത്തെ 2 വർഷത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ തൻ്റെ വീട്ടിൻ്റെ ദാരിദ്ര്യ ദുഃഖം വർദ്ധിക്കുന്നതായി മനസ്സിലാക്കുകയും മറ്റെന്ത് ജോലി ചെയ്തും കുടുംബം പുലർത്തണം എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന് കൈവന്ന അവസരം തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയുടെ പണി നടക്കുന്ന സമയമായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയം. അവിടെ അദ്ദേഹം പോവുകയും നല്ല ആരോഗ്യശാലിയായ അരോഗദൃഢഗാത്രനായ ബാലൻ മണ്ണ് ചുമന്നും കട്ട ചുമന്നും സമ്പാദിച്ച പ്രതിഫലം കൊണ്ട് വീട്ടിലെ ദാരിദ്ര്യം പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതൊക്കെ 15-16 വയസ്സുള്ള കാലത്താണ് അദ്ദേഹം ചെയ്യുന്നത്. 16 വയസ്സായപ്പോൾ ഈ ചുമട്ടുജോലിയും മറ്റും എന്നും ചെയ്ത് ജീവിക്കുന്നത് ആശാസ്യമല്ലെന്ന് കണ്ടിട്ട് ജ്യേഷ്ഠൻ കൃഷ്ണപിള്ള, അദ്ദേഹം ആധാരമെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്നയാളാണ്, ചട്ടമ്പി സ്വാമികളെ നെയ്യാറ്റിൻകരയിൽ ആധാരമെഴുത്ത് എന്ന ഒരു ജോലിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടായ അനുഭവം സംഭവിച്ചിരുന്നു. അത് അദ്ദേഹം കൊല്ലൂരിലെ ശാസ്താക്ഷേത്രത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ വച്ച് യദൃച്ഛയായിട്ട് ഒരു അജ്ഞാത സന്യാസിയെ പരിചയപ്പെടാൻ ഇടയായ സംഭവമാണ്. ആ അജ്ഞാത സന്യാസി ഈ ബാലനെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അയാളിൽ വികസിക്കാൻ പോകുന്ന അഭൗമമായ തേജസ് ദീർഘദർശനം ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലനെ അരികിൽ വിളിച്ച് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചിട്ട് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ബാലാസുബ്രഹ്മണ്യ മന്ത്രം. ശ്രീപാർവതിയെയും ശ്രീ സുബ്രഹ്മണ്യനെയും അമ്മയെയും മകനെയും ലോകമാതാവായ പാർവതീദേവിയെയും ജ്ഞാനസ്വരൂപനായ സുബ്രഹ്മണ്യസ്വാമിയെയും ഒരുമിച്ച് ഉപാസിച്ച് സിദ്ധി വരുത്തുന്നതിന് ഫലപ്രദമായ ദിവ്യമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ബാലാസുബ്രഹ്മണ്യ മന്ത്രവും സുബ്രഹ്മണ്യ കവചവും ഒക്കെ മനസ്സിലാക്കി ലക്ഷം ഉരുക്കഴിച്ച് സിദ്ധി നേടിക്കഴിഞ്ഞ സന്ദർഭത്തിലാണ് 16 വയസ്സുള്ളപ്പോൾ ജ്യേഷ്ഠൻ്റെ കൂടെ അദ്ദേഹം നെയ്യാറ്റിൻകരയിൽ ആധാരമെഴുത്തുകാരനായിട്ട് പോകുന്നത്. അവിടെ കുറച്ചു കാലം ആധാരമെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടു. ആധാരം എഴുതുന്ന സന്ദർഭത്തിൽ കിട്ടുന്ന ശമ്പളം
അദ്ദേഹം വീട്ടിൽ അയക്കുക മാത്രമല്ല ചെയ്തത്, തനിക്കൊപ്പം ആധാരമെടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല, കൂലി കിട്ടിയില്ല എങ്കിൽ തൻ്റെ ശമ്പളം വീതിച്ചു കൊടുക്കും. അവർ കുഞ്ഞുകുട്ടി പരാധീനക്കാരാണ്, നമ്മുടെ പട്ടിണി അവരുടെയും പട്ടിണി എന്നാണ് ആ തൻ്റെ ദാനധർമ്മത്തെ ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ ഒരു പരിഭവത്തിൻ്റെ സ്വരത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ജ്യേഷ്ഠനോട് സ്വാമി പ്രതികരിച്ചത്. അദ്ദേഹത്തിന് ആധാരം എഴുതിയാലും ഇല്ലെങ്കിലും ദിവസവും ശമ്പളം കൊടുക്കണം എന്ന് സബ് രജിസ്ട്രാർ ചട്ടം കെട്ടിയിരുന്നു. 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൈയക്ഷരം നല്ല വടിവത്തതായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹവും സുബ്രഹ്മണ്യോപാസകനായിരുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ ഉപാസകനായ ഈ ബാലൻ ആണ് തൻ്റെ മുന്നിൽ ആധാരമെഴുത്തുകാരനായി ഇരിക്കുന്നത് എന്ന അനുഭാവം കൊണ്ടും സബ് രജിസ്ട്രാർ എന്നും എഴുതിയാലും ഇല്ലെങ്കിലും കുഞ്ഞൻ പിള്ളയ്ക്ക് ശമ്പളം കൊടുക്കണം എന്ന് ചട്ടം കെട്ടിയിരുന്നു. ആ ശമ്പളം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പണിയെടുത്ത ഒട്ടേറെ ആളുകളുടെ കുടുംബങ്ങളിൽ അന്ന് ദാരിദ്ര്യം മാറിക്കിട്ടിയിട്ടുണ്ട്. അവിടെ ഏതാനും മാസങ്ങൾ ജോലിയെടുത്തതിന് ശേഷം ഭൂതപ്പാണ്ടിയിലേക്ക് ചട്ടമ്പി സ്വാമികൾ പ്രവർത്തന രംഗം മാറ്റുകയുണ്ടായി. അവിടെയും ആധാരം എഴുതാൻ തന്നെയാണ് പോയത്. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തുടരാൻ പറ്റിയില്ല. ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും ഒക്കെ ശല്യം ചെയ്തതുകൊണ്ട് അദ്ദേഹം വേഗം തന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തി. അങ്ങനെ മടങ്ങിയെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനകുതികളുടെ വിഹാരരംഗമായ ജ്ഞാനപ്രജാഗരം എന്ന സഭയിൽ അംഗമായി. പേട്ടയിൽ രാമൻപിള്ള ആശാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത ജ്ഞാനപ്രജാഗരം അന്ന് തിരുവനന്തപുരത്ത് വലിയ ഒരു ധൈഷണിക കേന്ദ്രമായിരുന്നു. ബുദ്ധിമാന്മാരായ സാംസ്കാരിക പ്രവർത്തകരായ ആചാര്യന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളുടെ ഒരു ചർച്ചാവേദിയായിരുന്നു ജ്ഞാനപ്രജാഗരം. മനോന്മണിയം സുന്ദരംപിള്ള, അതുപോലെ തന്നെ വേറെയും ചില ആചാര്യന്മാർ, ഉദാഹരണത്തിന് ഇലത്തൂർ രാമശാസ്ത്രികൾ, ഇങ്ങനെയുള്ള ഒട്ടേറെ ആളുകളിൽ നിന്ന് പല വിഷയങ്ങളും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിലേറ്റവും പ്രധാനം ഞാൻ പറയാതെ വിട്ട ഒരു ആചാര്യത്വം, ഒരാചാര്യൻ്റെ കീഴിൽ കൈവന്ന ശിഷ്യത്വമാണ്. അത് തൈക്കാട്ട് അയ്യാസ്വാമികൾക്ക് ശിഷ്യപ്പെട്ടതാണ്. തൈക്കാട്ട് അയ്യാസ്വാമികൾ അന്ന് തിരുവനന്തപുരത്ത് തിരുവിതാംകൂറിൻ്റെ റെസിഡൻസി മാനേജരായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം വലിയ ഹഠയോഗിയാണ്. പ്രാണായാമം, യോഗാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പരിണതപ്രജ്ഞനാണ്. അദ്ദേഹത്തിൽ നിന്ന് പ്രാണായാമം, ഹഠയോഗം, യോഗാഭ്യാസം തുടങ്ങിയ വിദ്യകളൊക്കെ ചട്ടമ്പി സ്വാമികൾ അഭ്യസിച്ചു. സുന്ദരംപിള്ളയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പൊരുൾ മനസ്സിലാക്കാൻ സാധിച്ചു. ഇലത്തൂർ രാമശാസ്ത്രികളിൽ നിന്ന് വ്യാകരണം, തർക്കശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ പഠിച്ചു. സ്വാമിനാഥ ദേശികർ, അദ്ദേഹം തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് വസിച്ചിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. തമിഴിലെ മഹാപണ്ഡിതനാണ്. തമിഴ് പുരാണങ്ങൾ, വേദാന്തം തുടങ്ങിയ ഒട്ടേറെ ജ്ഞാന മാർഗങ്ങളിലൂടെ മുന്നേറുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ഇങ്ങനെ കഴിയുന്ന സന്ദർഭത്തിൽ തിരുവനന്തപുരത്ത് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദർഭം സമാഗതമായി. തിരുനെൽവേലിയിലെ കല്ലടക്കുറിച്ചി എന്ന സ്ഥലത്തു നിന്ന് ദക്ഷിണേന്ത്യ മുഴുവൻ ആരാധിക്കുന്ന മഹാചാര്യൻ, മഹാഗുരുനാഥൻ, മഹാകുലപതിയായ സുബ്ബാജടാപാഠികൾ, സുബ്ബാജടാ വല്ലഭർ എന്ന ആ പരമഗുരുനാഥൻ എത്തിച്ചേർന്നു. അദ്ദേഹം ഇവിടെയുള്ള മഹത്തുക്കളായ ആളുകളുമായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്ന സന്ദർഭത്തിൽ ഈ ബാലൻ, ഈ കുമാരൻ, യുവാവാകാൻ പോകുന്ന ആ വ്യക്തി ആ സന്നിധിയിൽ അണയുകയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുകയും അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തിനും പ്രീതിക്കും പാത്രമാവുകയും ചെയ്തു. നവരാത്രി ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ഒട്ടേറെ വേദികളിലെ ഉജ്ജ്വല പ്രഭാഷണങ്ങൾ പൂർത്തിയാക്കി സുബ്ബാജടാപാഠികൾ മടങ്ങുമ്പോൾ ഈ കുഞ്ഞൻ പിള്ളയോട് ഒരു ചോദ്യം ചോദിച്ചു, കൂടെ വരുന്നു എന്ന്.